കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്നുള്ള ആരോപണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണമാണ് ചില മണ്ഡലം പ്രസിഡന്റുമാർ ചേർന്ന് മുക്കിയത്. പണം തട്ടിയെടുത്തവരെ തനിക്ക് അറിയാമെന്നും ഉണ്ണിത്താൻ പറയുന്നുണ്ട്. DCC ഓഫീസിൽ നടന്ന പരിപാടിക്കിടെയാണ് ഉണ്ണിത്താന്റെ വെളിപ്പെടുത്തൽ. പിന്നെ കുറെ വിദ്വാന്മാര് തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ കൊടുത്ത പൈസ ബൂത്തിന് കൊടുക്കാതെ അത് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ആ മണ്ഡലം ബസ്സുമാരെയൊക്കെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. DC ബസ്സിനും അറിയാം. മണ്ഡലം ബസ്സിന് ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് ബസ്സിന് ആവശ്യമുള്ള കൊടുത്തു, UDF ആവശ്യമുള്ള കൊടുത്തു. ബൂത്തിൽ കൊടുക്കാൻ കൊടുത്ത പൈസ ബൂത്തിനുള്ള പൈസ, അതൊന്നും എടുത്തു മാറ്റാനൊന്നും ആരെയും നമ്മൾ സമ്മതിക്കത്തില്ല. ആ സമ്മതിച്ച ആളുകളെല്ലാം നമുക്കറിയാം. അപ്പൊ നമ്മള് കൊടുക്കേണ്ട പൈസ ബൂത്തിൽ കൊടുക്കേണ്ട, ബൂത്തിൽ മണ്ഡലത്തിൽ കൊടുക്കേണ്ട, അതാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, ഒരുപക്ഷെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള ഒരു ഭിന്നതയുടെ ഒരു രൂപം തന്നെയല്ലേ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ ഈ ഒരു വെളിപ്പെടുത്തലിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്? തീർച്ചയായും വിഷ്ണു, തിരഞ്ഞെടുപ്പിന് ശേഷം കാസർഗോഡിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ ഉണ്ടായതൊക്കെ തന്നെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ബാലകൃഷ്ണൻ പെരിയയും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെയും നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ബാലകൃഷ്ണൻ പെരിയ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പോസ്റ്റ് ഇടുകയും പിന്നീട് ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം DCC ഓഫീസിൽ നടന്ന പരിപാടിയിൽ വിമർശനവുമായി, കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും അദ്ദേഹം ആരോപിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കി എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതായത് പാർട്ടിക്കകത്ത് ഉള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ ചിലർ തിരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കി എന്നൊരു കാര്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിക്കുന്നത്. അവസാനം ഈ വീഡിയോ എടുക്കുന്ന ആളോട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പാടില്ലെന്നും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണമെന്നൊരു കാര്യവും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നതും നമുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നതാണ്. എന്തായാലും കോൺഗ്രസിനിടയിലുള്ള പൊട്ടിത്തെറിക്ക് ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വീഡിയോ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. വിഷ്ണു, ഡിസ്ന, ഒരുപക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കൂടെ നിന്ന ബൂത്ത് തലത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ തന്നെയില്ല, അവർക്കിടയിലുള്ള ഒരു വിശ്വാസമാണ് ഇത്തരത്തിൽ തകർക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായൊരു പ്രതിഷേധം അവർക്കിടയിൽ തന്നെ ഉണ്ടാവുകയല്ലേ? തീർച്ചയായും വിഷ്ണു, ഈ വീഡിയോ എടുത്തത് മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ എടുത്തതും കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. പിന്നീടാണ് അദ്ദേഹം പറയുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നൊരു കാര്യം രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട്. അദ്ദേഹം പ്രധാനമായും യോഗത്തിൽ ആരോപിച്ച കാര്യം എന്ന് പറയുന്നത് ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണം ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയതായാണ് ആരോപിക്കുന്നത്. ഇത്തരത്തിൽ കൂട്ടിവായിക്കുകയാണെങ്കിൽ ബാലകൃഷ്ണൻ പെരിയയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ബാലകൃഷ്ണൻ പെരിയ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പോസ്റ്റ് ഇടുകയും പിന്നീട് ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് രാജ്മോഹൻ ഉണ്ണിത്താൻ ബാലകൃഷ്ണൻ പെരിയക്കെതിരെ രംഗത്ത് വരികയും മാധ്യമങ്ങളിലൂടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലകൃഷ്ണൻ പെരിയ ഇത് തെളിയിക്കണമെന്നും തെളിയിച്ചാൽ താൻ രാജിവെക്കുമെന്നുള്ള തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയിരുന്നു. അപ്പൊ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിന്റെ ഇടയിൽ തന്നെയുള്ള വിഭാഗീയത അല്ലെങ്കിൽ പൊരുത്തക്കേടുകളാണ് ഇപ്പോൾ ഈ DCCയിൽ നടന്ന യോഗത്തിലുള്ള വീഡിയോയിലൂടെയൊക്കെ തന്നെയും പുറത്തു വരുന്നത്. എന്തായാലും 2 ദിവസം മുന്നേ നടന്ന ഒരു യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നതാണ് വിഷ്ണു.